ഇത് ലൂർദുമേരി. ആഴ്ചകൾക്ക് മുൻപ് ഇടുക്കി ചിന്നക്കനാലിലെ BL റാമിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗന്ദർ രാജയുടെ മകൾ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ തന്നെയും 2 മക്കളെയും പൊന്നുപോലെ കാത്ത അച്ഛൻ്റെ വിയോഗം ഈ മകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. பிள்ளைகளை இப்போ 17 வருஷமாக எங்கள் அப்பா தான் வேலை செஞ்சு அன்னாடு கூலி வேலை செஞ்சு தான் காப்பாற்றினார். சொந்த காட்டில் வேலை இருக்குன்னு செய்ய போயில ஆணை மிதிச்சிருச்சு எங்கள் அப்பாவை. எனக்கு என் பிள்ளைகளுக்கு யாரும் எந்த உதவியும் ഇല്ലാமல் இருக்கும். വീടിനടുത്തെ കൃഷിയിടത്തിൽ ചെറുമകനുമൊത്ത് ജോലി ചെയ്യുന്നതിനിടെ അപ്രതീക്ഷിതമായി എത്തിയ കാട്ടാനയാണ് സൗന്ദർ രാജയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. മുത്തച്ഛൻ ആനക്കലിയിൽ ജീവനായി പിടയുന്ന രംഗം ഇന്നും പേടിയോടെയാണ് ഈ ചെറുമകൻ ഓർക്കുന്നത്. அந்த ஒன்று தான் நின்ன பிறகு தான் யானை என்ன துரத்திச்சு. நான் கீழே ஓடிட்டேன். திருப்பி அவரை முட்டி തല്ലി കീഴെ 2 കൈ പിടിച്ച് തൂക്കി വീശിയിട്ട്. പന്നിയാർ എസ്റ്റേറ്റിലെ പണിക്കിടെ കഴിഞ്ഞ മാസമാണ് തോട്ടം തൊഴിലാളി പരിമളം കാട്ടാനയുടെ ചവിട്ടേറ്റു മരിച്ചത്. 2023 മുതൽ മൂന്നാർ വൈൽഡ് ഡിവിഷന് കീഴിൽ ഇതുവരെ 46 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കുവാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും കേരള വനം വകുപ്പും ഉചിതമായ നടപടി കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.